വനം വകുപ്പിൻ്റെ കാര്യത്തിൽ തന്നെയായാൽ ഇപ്പോൾ ഓരോ ദിവസവും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കും. ഒരാഴ്ചക്കിടെ ഇപ്പോൾ 4 മരണമായി. അപ്പോൾ ഈ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മന്ത്രിമാർ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു വിഷയമാണല്ലോ. ഇന്നും വനമന്ത്രി പ്രതികരിച്ചത് കാട്ടിൽ വെച്ചല്ല മരണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? ഒരു മരണം ഉണ്ടായ ഉടനെ ഉന്നതതല സമിതി യോഗം ചേരുന്നു, കൊടുക്കേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നു. പിന്നീടും കാടിനോട് അടുത്തിരിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലും സ്ഥിതി അതേ രൂപത്തിലാകുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും എന്ന പോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വാർത്തകൾ വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്താണ് ഒരു ആത്യന്തികമായ പരിഹാരം എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്നില്ല. കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ടത്, കേന്ദ്രമാണ് സഹായം തരേണ്ടതെന്ന് ഒരു വശത്ത് പറയാം. പക്ഷേ അതിനപ്പുറം കേരളം ചെയ്യേണ്ട കാര്യത്തിൽ എന്തൊക്കെ ചെയ്യുന്നു? ഒരു ആന ഓടിക്കാനുള്ള പടക്കം പൊട്ടിക്കാനുള്ള കാശില്ല വനംവകുപ്പിന് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. പിന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഒരു തരത്തിലും ജനങ്ങൾക്ക് നേരിട്ട് ബാധ്യതയാകില്ല എന്ന ഉറപ്പാണ് ഇടത് സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കിഫ്ബി റോഡുകളുടെ കാര്യത്തിൽ യൂസർ ഫീ, ടോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ആ യൂസർ ഫീ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഗുണമാകുമെന്നാണ് പറയുക. യൂസർ ഫീ ജനം തന്നെ കൊടുക്കുന്നു. കിഫ്ബിയിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നതും ജനത്തിന് നികുതിയാണ്. അപ്പോൾ ആത്യന്തികമായി സെസ്സിൻ്റെ കാര്യത്തിലായാലും കിഫ്ബി സെസ്സിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ പണം തന്നെയാണ്, ആത്യന്തികമായി ജനങ്ങളുടെ പണമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഉറപ്പുകളുടെ ഒരു എന്താ പറയുക, അത് തുടരുന്നില്ല, ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ അത് ജനങ്ങളോട് ആ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയണം.